ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്കൊരു കത്തിരിക്ക പച്ചത്തിയൽ തയ്യാറാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി നല്ലതുപോലെ വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കത്തിരിക്ക ക്യൂബ്സായി കട്ട് ചെയ്യുക. കത്തിരിക്ക കുറച്ച് സമയം വെള്ളത്തിലിട്ടിരിക്കുക, അതിൻ്റെ കറ കളയാനായിട്ടാണ്. അതിനുശേഷം ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കത്തിരിക്ക ചേർക്കാവുന്നതാണ്. അതൊരു 5 മിനിറ്റ് അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഉള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ, പിന്നെ ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വറുത്ത ഈ പൊടിയാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, ഉലുവ. ഇതിൽ ജീരകം ചേർക്കേണ്ട ആവശ്യമില്ല, ഉലുവയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് പുളി, കറിവേപ്പില, ഇത്രയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ച് കിട്ടാനായിട്ട്, എങ്കിലേ കറക്റ്റായിട്ട് കറി വരത്തുള്ളൂ. ഇനി ഈ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എത്രയാണോ നിങ്ങൾക്ക് വെള്ളം ആവശ്യം ആ രീതിക്ക് എടുത്താൽ മതി. കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നല്ല തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. എണ്ണ ഇതുപോലെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്ക പച്ചത്തിയലാണ്. ഇനി തേങ്ങ വറുക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. ബൈ.